ഒരാളുടെ ഫേസ് വരയ്ക്കുന്ന സമയത്ത് അതിന്റെ ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം അതിന് ഷെയ്ഡിങ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇന്നത്തോടുകൂടി ആ പ്രശ്നം ഞാൻ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്ത് തരാം. ഒരാളുടെ ഫേസ് ഷെയ്ഡ് ചെയ്യുന്നത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് 4 സിമ്പിൾ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ലേൺ ഹാച്ചിങ് മെത്തേഡ്സ്. പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് കൊടുക്കാനുള്ള ഹാച്ചിങ് മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷെയ്ഡിങ്ങിനെ കുറിച്ച് മനസ്സിലാവും. അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതോറും നിങ്ങളുടെ ഷെയ്ഡിങ് കുറെ കൂടി ബെറ്റർ ആയിട്ട് മാറും. രണ്ടാമത്തെ പോയിന്റ് ഒബ്സർവ് റെഫറൻസ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളിന്റെ ഫോട്ടോ അത് മാക്സിമം നല്ല രീതിയിൽ ടൈം എടുത്ത് ഒബ്സർവ് ചെയ്ത് അതിലെ ഓരോ ഷെയ്ഡിന്റെ ഡിഫറൻസ്, ഓരോ ഷെയ്ഡിന്റെ ഷേപ്പ് എല്ലാം മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തെ പോയിന്റ് മാർക്ക് ഷെയ്ഡ്സ്. നിങ്ങളുടെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പറിലോട്ട്, ഫേസിന്റെ ടോട്ട് ലൈൻ ഇട്ട് കഴിഞ്ഞ പേപ്പറിലോട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് അതിന്റെ ഡിഫറെന്റ് ഷെയ്ഡുകൾ നോക്കി ഓരോ ഷെയ്ഡിന്റെയും ഷേപ്പ് ഉണ്ടല്ലോ അത് പേപ്പറിലോട്ട് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫോർത്ത് പോയിന്റ് വർക്ക് സ്ലോ ആൻഡ് സ്റ്റഡി. ഷെയ്ഡ് ചെയ്യുന്ന പ്രോസസ്സിലോട്ട് നിങ്ങൾ കടക്കുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട്, സ്റ്റഡി ആയിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും ബിഗിനർ ആർട്ടിസ്റ്റുകൾ ഈ സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്യാറുണ്ട്. നേരെ ഒരു പെൻസിൽ എടുത്ത് പേപ്പറിലോട്ട് നേരെ ഷെയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇത്തരത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകൾ ഇല്ലെങ്കിൽ നമ്മുടെ ഷെയ്ഡിങ് മോശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. ലേൺ, പ്ലാൻ, ഒബ്സർവ് ആൻഡ് വർക്ക് സ്ലോ ആൻഡ് സ്റ്റഡി. ഇത് നിങ്ങൾക്ക് ഡ്രോയിങ്ങിൽ അല്ലെങ്കിൽ ഷെയ്ഡിങ്ങിൽ നല്ല റിസൾട്ട് തരുന്നതായിരിക്കും.